എന്റെ ഓട്ടത്തിന് ഇത്രയും കൂടെ സ്പീഡ് കിട്ടെങ്കിൽ ദൈവമേ ഓട്ടാ ഓടണത്. ഇനി ഇവിടെ തങ്ങുന്നതിലും നല്ലത് ശരിക്കും മൂന്നതാ. ഇവിടെ ഒരു അറബി വന്ന് താമസിക്കുന്നു കേട്ടല്ലോ. അയാൾ എവിടെ? അവിടെ ഉണ്ടായിരുന്നല്ലോ. അയാൾ എവിടെയെന്ന്? അല്ല പറഞ്ഞ പോലെ ഷെയ്ഖ് അവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും സെർച്ച് ചെയ്യൂ. ഇത് തൊഴിലാളികൾക്ക് അരിയേഴ്സ് കൊടുക്കാൻ വേണ്ടി തന്നാണ്. ആര്? അറബി. സാറ് കേട്ടിട്ടില്ലേ? ഷെയ്ഖ് അഹമ്മദ് ഗൽത്താൻ. എന്നിട്ട് അയാളെവിടെ? അയാളെവിടെ? പണം വാങ്ങിയിട്ട് നിങ്ങൾ അയാളെ എന്ത് ചെയ്തു? സാർ അത് സത്യം പറഞ്ഞ തടി കിടക്കാതെ പോകാം. ഈ പണം ആര് തന്നാ പറഞ്ഞത്? പറയടാ. ഷെയ്ഖ്. ഷെയ്ഖ? അവനെ കൊണ്ടുവാ. നീയാണോടാ ഇവന് ഈ പണം കൊടുത്തത്? അല്ല. സത്യം പറയടാ, എവിടുന്നാണ് ഇത് മോഷ്ടിച്ചത്? പറയടാ, നിന്നോടാ ചോദിച്ചത്. അങ്ങനെയൊന്നും ചോദിച്ചാ പറയില്ല സാറേ. ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ചാലേ ഇവന്മാർ സത്യം പറയൂ. പഠിച്ച കള്ളന്മാരാ. ഒരുത്തനെ അറബി വേഷം കെട്ടിച്ച് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചല്ലേ? ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇന്നാട്ടിലെ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയ കാശായത്. കൃത്യസമയത്ത് ഈ കളയറബി എന്റെ കിട്ടിയില്ലായിരുന്നല്ലേ ഇവന്മാരിതും കൊണ്ട് മുങ്ങിയേനെ. യുവന്മാരെ കൊണ്ട് സത്യം പറയിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഹലോ സാർ, അവരൊന്നും ചെയ്യണ്ട. ഐ എം അർച്ചന നായർ, അർച്ചന മിൽസിന്റെ ഉടമസ്ഥ. രാമേന്ദ്രനെ ഈ പണം ഏൽപ്പിച്ചത് ഞാനാണ്. അർച്ചന മിൽസിലെ തൊഴിലാളികൾക്ക് അരിയേഴ്സ് കൊടുക്കാൻ വേണ്ടി. കമ്പനി റീഓപ്പൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും രാമേന്ദ്രനെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഗതികേട് കൊണ്ട് കുറെ നുണകൾ പറയേണ്ടി വന്നിട്ടുണ്ട്. എല്ലാത്തിനും തലയൂരി എനിക്ക് എന്നെ ഇവിടം വിട്ട് പോകാമായിരുന്നു. പിന്നെയും ഞാനിവിടെ നിന്നതും ഈ നാടകം നടത്തിയതും ആരെയും വഞ്ചിക്കാനോ പറ്റിക്കാനോ അല്ല. അർച്ചന മിൽസിന്റെ മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലുള്ള പിണക്കം തീർക്കാനും കമ്പനി വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാനും വേണ്ടിയാണ്. സാർ, ഞാൻ ഈ അറബി വേഷത്തിൽ ഇവിടെ വന്നത് രാമേന്ദ്രൻ പറഞ്ഞിട്ടൊന്നുമല്ല. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്ത്. രാമേന്ദ്രൻ നിരപരാധിയാണ് സാർ. ഞാനിവരെ ജാമ്യത്തിലെടുക്കാനാ വന്നത്. പട്ടി, എന്റെ കാശ് എന്നിട്ട് ഒരടി മുന്നോട്ട് വെച്ചാൽ മതി. ഞങ്ങളുടെ കാശ് ഇപ്പൊ തന്നെ കിട്ടണം. കുറെ നാളായാലോ കളിപ്പിൽ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അർച്ചന മിൽസ് പറഞ്ഞ സമയത്ത് തന്നെ തുറക്കും. രാമേന്ദ്രൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എല്ലാം പറഞ്ഞ പോലെ നടക്കും. മിസ്റ്റർ ജി കെ സാർ, ഉദ്ഘാടനത്തിന് സാറ് വരണം. ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. വരട്ടെ സാർ. അങ്ങനെ നമ്മളെയൊക്കെ വഞ്ചിച്ചിട്ട് ഇവിടെ ആരും കമ്പനി തുറക്കണ്ട. ആരും പണിക്ക് കയറുകയില്ല.
അഥവാ അവൾ കൊടുക്കാമെന്ന് പറഞ്ഞ നക്കാപ്പിച്ച മോഹിച്ച് ആരെങ്കിലും കമ്പനിക്കകത്ത് കാലുകുത്തിയ ആ കരിങ്കാലികളെല്ലാം വെട്ടിയരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നും കൂടി നേതാവ് വിശദീകരിക്കണം. തൊഴിലാളികൾ പട്ടിണിടന്ന് ചാകണോ? ഞാനും ഈ യൂണിയനിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഇതുവരെ തമ്മിൽ തല്ലാനും തല്ലിപ്പൊളിക്കാനും അല്ലാതെ പണി ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. പണിയെടുക്കാൻ തയ്യാറാവുന്നവരെ നേതാവ് തടയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. ഞാൻ ഒരു തിരുത്തൽവാദിയല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. നിർത്തടാ. നീയൊക്കെ എന്നുപോലാണ് എന്നെ ചോദിക്കാൻ തുടങ്ങിയത്? ഇനി മേൽ ഇതുപോലെ വല്ല സംസാരിച്ചാല് അന്ന് നിന്നെ യൂണിയനിൽ നിന്ന് പുറത്താക്കും. മനസ്സിലായില്ലേ? അധികം വാചം അടിക്കാതെ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. അതിന് നിന്റെ മറ്റവനെ നോക്കിയാൽ മതിയടാ പറയുന്നതൊക്കെ അനുസരിക്കാൻ. രാമപിള്ളേ, അതെ, രാമൻപിള്ള തന്നെ. നീ പറഞ്ഞതും വിശ്വസിച്ച് തെരുവിലിറങ്ങിയവരാണ് ഞങ്ങൾ. ഞങ്ങൾ പട്ടിണി കിടന്ന് പൊറുതി മുട്ടിയപ്പോഴും കരിങ്കാലി പണിക്ക് പോയിട്ടില്ല. മുണ്ടും മുറുക്കി കൊടുത്ത് നിന്റെ കൂടെ സമരത്തിൽ ഉറച്ചു വന്നു. അങ്ങനെയുള്ള ഞങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചാൽ നീ പലപ്പോഴും പറയാറില്ലേ തൊഴിലാളികളുടെ ശക്തി, തൊഴിലാളികളുടെ ശക്തി. അതെന്താണെന്ന് നീ ശരിക്കും മനസ്സിലാക്കും. നോക്കി പേടിപ്പിക്കണ്ട. അർച്ചന നായരെ കിട്ടിയില്ലെങ്കിൽ വേറെ പെണ്ണ് കെട്ടണം. അതിന്റെ പേര് ഞങ്ങൾ എന്തിന് പട്ടിണി കിടണം? ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നേതാവ് പോലും നേതാവ്. ആ നാറിക്ക് വേണ്ടി ഇത്രയും കാലം കീജെ വിളിച്ച് നടന്നതിലാണ് എനിക്ക് സങ്കടം. കഴിഞ്ഞ ബന്ധിന് നമ്മുടെ പാർട്ടിപ്പെട്ട 3 പേരെ വെട്ടിക്കൊന്നില്ലേ? അത് എതിർ പാർട്ടിക്കാരായിരുന്നില്ല. GK ചോദ്യം ചെയ്തതിനുള്ള ശിക്ഷയായിരുന്നത്. ഇതൊന്നും അയാളെ പേടിച്ച് ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ രാമേന്ദ്രൻ വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഒരു ധൈര്യം വന്നത്. എന്നാ രാമേന്ദ്രൻ വരേണ്ട തോന്നുന്നു. എന്താ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. എന്താ 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 എന്നെ ഒന്നും ചെയ്യല്ലേ. അടിക്കല്ലേ അടിക്കല്ലേ. അയ്യോ അയ്യോ അയ്യോ. പറഞ്ഞു ഡോക്ടറെ കാണിക്കാം. നടക്കൂ. എന്ത് ചവിട്ടാണ്ടത്?